തിരുവനന്തപുരം നഗരസഭയുടെ കന്നി ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചു. ബഡ്ജറ്റിൽ വളരെ സ്വാഗതാർഹമായ ഒരു നിലപാടാണ് പുതിയ ഭരണസമിതി സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം PM ശ്രീ പദ്ധതി പ്രകാരം തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ കുറേ ആളുകൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് വീട് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി. അതിനൊരു പരിഹാരം എന്ന രീതിയിൽ കോർപ്പറേഷൻ്റെ കൂടെ ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 2000-ഓളം വീടുകൾക്ക് പെൻഡിങ് ഉണ്ടായിരുന്ന വീടുകൾക്ക് പുനർജനി ഉണ്ടാകാൻ ഈ പദ്ധതി കൊണ്ട് സാധിച്ചു. അത് വളരെ സ്വാഗതാർഹമാണ്. സമസ്ത മേഖലയിലും പ്രതിപാദിക്കുന്ന ഒരു ബഡ്ജറ്റ് സ്വാഗതം ചെയ്യുന്നു എന്നതാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെല്ലാം നോക്കിക്കാണുന്നത്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓടിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യമായി തോന്നിയത് തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയുള്ളൊരു ഷെൽട്ടറിന് 3 കോടി അനുവദിച്ചത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം തെരുവ് നായ ശല്യം വളരെ രൂക്ഷമാണ്. അതിപ്പോൾ കുറച്ച് നാളായിട്ട് ആ തെരുവ് നായ്ക്കളെ എങ്ങോട്ട് നീക്കണമെന്നുള്ള ഒരു ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുന്ന കാലത്ത് അതിനുവേണ്ടി ഒരു ഷെൽട്ടർ നിർമ്മാണത്തിന് 3 കോടി നീക്കി വെച്ചതും വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെയാണ് നഗരസഭയിൽ വരുന്നവർക്ക് സൗജന്യ വൈഫൈ കൊടുക്കുമെന്ന് പറഞ്ഞു. കാര്യം ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ഡിജിറ്റൽ മീഡിയയിലാണ് പല കാര്യങ്ങളും അപേക്ഷകളെല്ലാം സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നഗരസഭയിൽ വരുന്നവർക്ക് സൗജന്യ വൈഫൈ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള അപേക്ഷകൾക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അങ്കണവാടികൾ. ഇപ്പോഴത്തെ അങ്കണവാടികളുടെ ശോചനീയാവസ്ഥ കാരണം കുട്ടികൾക്ക് വേണ്ട രീതിയിൽ പഠിക്കുവാനുള്ള സൗകര്യങ്ങളില്ലാതെ ഇരിക്കുന്ന കാലഘട്ടമാണ്. ആ സ്ഥലത്ത് നമ്മുടെ ഡിജിറ്റലായിട്ട് അങ്കണവാടികളെ മാറ്റുന്നു എന്ന് പറഞ്ഞത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ട് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതായാലും ശുചിമുറികളുടെ ആയാലും നേമത്ത് മൾട്ടിപ്പിൾ കോംപ്ലക്സ് പുഞ്ചക്കരി ടൂറിസം ടോട്ടലി നല്ലൊരു ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്.